മെൻസ് കമ്മീഷൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേട്ടില്ലേ അമ്മായിയുടെ? ഈ അമ്മായിമാരൊക്കെ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മെൻസ് കമ്മീഷൻ വരണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് സ്ത്രീകൾക്കെതിരെയുള്ളൊരു കമ്മീഷൻ എന്നാണ് ഇവർ, ഈ മണ്ടത്തികൾ, മണ്ടശിരോമണികൾ, ഈ വട്ടക്കണ്ണാടയും ഇതും വെച്ചിട്ടുള്ള ഫെമിനിച്ചി അല്ലെങ്കിൽ ഫെമിനിച്ചി അമ്മായിമാർ എന്ന് പറയുന്ന ഈ മണ്ടശിരോമണികൾ കണക്കാക്കിയിരിക്കുന്നത്. ബുദ്ധിയില്ലായ്മ അതൊരു ക്രിമിനൽ കുറ്റമില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് പോവാം. വിമൻ കമ്മീഷൻ, അതുപോലെ തന്നെ മെൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇടപെട്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലം 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോൾ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ, അതുപോലെ അല്ല ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ റെഡി ആയിക്കോളൂ. നിങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സൂയിസൈഡിനെ പറ്റി ജോക്സ് ശരിയല്ല. സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഒരു കുട്ടി വന്നിരിക്കുമ്പോൾ താൻ പറഞ്ഞത് വേണമെങ്കിൽ ചെയ്തോളൂ. വെരി നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ലെറ്റ് മീ കംപ്ലീറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ അതെ, ഇവരെതിർക്കുകയുള്ളൂ മാം. ഒന്നിനെയും ഇവർ പറയാൻ സമ്മതിക്കില്ല, അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചില്ല. മെൻസ് കമ്മീഷൻ എന്തുകൊണ്ട് വേണം എന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒറ്റ സ്വരത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഈ മാം പറഞ്ഞതുപോലെ ആത്മഹത്യാ കണക്കുകൾ പുരുഷൻ്റേത് സ്ത്രീയെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. മറ്റു കാരണം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പുരുഷാധിപത്യം എന്ന് പറയുന്ന ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിലൊക്കെ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം ഭീകരമാണ് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർ ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യലും ഒരുപക്ഷെ അവർ മേടിക്കുന്ന പ്രോപ്പർട്ടികൾ പോലും കുടുംബ അംഗങ്ങളുടെ പേരിലായിരിക്കും. എല്ലാം കഴിഞ്ഞ് ഒരു നാൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. എല്ലാ പ്രോപ്പർട്ടിയും ഒരു പക്ഷേ കുടുംബ അംഗങ്ങളുടെ കീഴിലോ, ഒരു പക്ഷേ ഞാൻ പറയുന്ന പുരുഷന്മാരെ കുറിച്ച് മാത്രമല്ല, സ്ത്രീകളും ഇക്കണത്തിൽ പെടുന്നവരുണ്ട്. പക്ഷേ മെജോറിറ്റി പുരുഷന്മാർക്കാണ്. തിരിച്ചു വരുമ്പോൾ സ്വത്തുക്കളെല്ലാം പലരുടെയും പേരിലായിരിക്കും. ഈ സ്വത്തുക്കൾ ഉള്ളവർക്ക് ഒരു രൂപ പോലും സ്ഥിരവരുമാനമില്ല, അല്ലെങ്കിൽ ഒരു ജോലി പോലും ഇല്ലാത്തവരുടെ പേരിലാണ് ഇത്തരം സ്വത്തുക്കളെല്ലാം പോരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പണം നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് കുടുംബത്തിൻ്റെ സന്തോഷം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്ന് ഒരു സ്വന്തം പേരിൽ ഇത്തരം പ്രോപ്പർട്ടികൾ എടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ചിലവ് മാറ്റിവെച്ച് ആ പൈസയും കൂടി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ സമയത്ത് നാട്ടിൽ ആരാണോ ഉള്ളത് അവരുടെ പേരിലാണ് പ്രോപ്പർട്ടീസ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? സന്തോഷത്തിലിരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാ ജോലിയും കഴിഞ്ഞ് ഒരു നാൾ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വരുമ്പോൾ വീട്ടുകാർ കൈമലർത്തുകയാണ്. നീ ഇവിടെ എന്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ പേരിലുള്ള പ്രോപ്പർട്ടീസാന്ന് പറഞ്ഞ് അത്തരം വിഷമത്തിൽ ആത്മഹത്യ ചെയ്തവർ എത്ര പേരുണ്ട്? 20-25 വർഷം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമ്പോൾ ഒന്നും അദ്ദേഹത്തിന് ബാലൻസ് ആയിട്ടില്ല. അങ്ങനെ വിഷമം കൊണ്ട് തിരിച്ച് ഗൾഫിലോട്ട് പോയി ഗൾഫിൽ മരിച്ചവർ എത്ര പേരുണ്ട്? ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട് എത്ര പേരുണ്ട്? സ്ത്രീകളുടെ കേസിൽ തന്നെ എത്ര പേർ പീഡിപ്പിക്കപ്പെട്ട് പലരും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര പേർ നാട് വിട്ടുപോയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്ക് വരുന്നതിനും കൂടുതൽ എത്രയോ പ്രശ്നങ്ങളുണ്ട് പുരുഷന്മാർ നേരിടുന്നത്. ഇവരെല്ലാം ഇത് എവിടെ പോയി പറയും? സ്വാഭാവികമായി മാറ്റത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ പുരുഷന്മാർ ഒരു കമ്മീഷൻ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമാണ്. അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം സ്ത്രീകളും കൂടിയാണ്. അവിടെയാണ് ഈ ഫെമിനിച്ചി അമ്മമാർ ഒരു ബുദ്ധിയും ബോധം പിന്നെ ഇല്ലല്ലോ. ഇവറ്റിങ്ങൾ ഫെമിനിച്ചി പട്ടം കെട്ടി നടക്കുന്നത് തന്നെ ബുദ്ധിയും ബോധമില്ലാണ്ടല്ലേ. എന്താണ് ഫെമിനിസം എന്ന് പോലും ഇവറ്റിങ്ങൾക്ക് അറിയില്ല. ഇവരുടെ ഭാഷയിലുള്ള ഫെമിനിസം എന്ന് വെച്ചാൽ വട്ടപ്പൊട്ടും വലിയൊരു കണ്ണാട്, ഒരു ബാഗ്, ഒരു 2-2.5 കിലോൻ്റെ പുസ്തകവും താങ്ങിപ്പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് പുരുഷന്മാരെ കുറ്റം പറയുകയും പുട്ടിന് പീര എന്ന് പറയുന്ന പോലെ പുരുഷന്മാരെ കുറ്റം പറയുകയാണ് ഇവരുടെ ഫെമിനിസം. അല്ലെങ്കിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ശിക്ഷിച്ചില്ലെങ്കിൽ അതിന് തെരുവുകളിൽ മെഴുകുതിരി കത്തിക്കുകയാണ് ഇവരുടെ മറ്റൊരു ഫെമിനിസം എന്ന് പറയുന്നത്. ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഈ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ അവരെവിടെ പോയി പറയും? കോടതിയിൽ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനും മറ്റുമായി പുരുഷന്മാർക്കൊരു കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ചിന്ത പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ ആഞ്ഞടിക്കലാന്നാണ്. പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ എവിടെയോ ആഞ്ഞടിക്കുന്നൊന്നുമില്ല. സ്ത്രീകളാണ് പുരുഷന്മാരെ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കേസുകളാണ് പുരുഷന്മാർക്കെതിരെ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഓരോ കോടതികളിൽ നിങ്ങൾ പോയി നോക്കൂ. കുടുംബ കോടതികളെ കഥ കേട്ട ചിരിച്ചു വീഴും. തമാശ പടം കാണാൻ തിയേറ്ററിലൊന്നും പോകണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബ കോടതിയിൽ പോയാൽ മതി. അവിടെ സ്ത്രീയുടെയും പുരുഷന്റെയും മുഖം നോക്കുക. ജീവിതം എന്താ പറയാ, ഇനി മുൻപോട്ടില്ല എന്ന ചിന്തയിൽ പരാജയം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നടക്കുന്ന പുരുഷന്മാരും, ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഇനിയാണ് ഞങ്ങളുടെ ആഘോഷ ദിനങ്ങൾ വരുന്നത് പറഞ്ഞു നടക്കുന്ന സ്ത്രീകളും. ഇതാണ് നമ്മൾ കുടുംബ കോടതിയിൽ പോയാൽ കാണാവുന്ന സീനുകൾ. ഇത്തരം മണ്ടത്തി സ്ത്രീകൾ, ഈ ഫെമിനിച്ചി അമ്മായിമാർ, എന്താണ് ഫെമിനിസം എന്ന് അറിയാത്ത വിവരം കെട്ടിയ സ്ത്രീകളുള്ളിടത്തോളം കാലം ഈ നാട് നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇവർ മിണ്ടുമ്പോൾ ഇവർ ആക്ച്വലി പുരുഷ വിരോധികളാണ്. ഇവർക്ക് പുരുഷന്മാരെ കല്ലെറിയണം. അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ പരിപാടിയിൽ കൂടിയിട്ടുള്ള ഈ അടിയിൽ കാണുന്ന ഈ സ്ത്രീകൾ, ഈ പുരുഷവിരോധി സ്ത്രീകൾ, ഇവരുടെ കുടുംബം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവർക്കൊന്നും ഭർത്താവോ കുട്ടികളോ ഒന്നും പ്രോപ്പർ ചാനലായിട്ടുണ്ടാവില്ല. എല്ലാം വക്ക് പൊട്ടിയതും കണമൊടിഞ്ഞതും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമിൽ പോകുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് പൊട്ടിത്തെറിപ്പിക്കാനുള്ള സ്ഥലങ്ങളായിട്ടാണ് ഈ തെരുവുകളും ഇത്തരം ചാനൽ പ്ലാറ്റ്ഫോമുകളും ഇവർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ വന്ന് മാക്സിമം പുരുഷന്മാരെ തെറി വിളിക്കുക, കുറ്റം പറയുക. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സംഭവിച്ച, ഇവരെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവർക്ക് പൊട്ടിപ്പോയ കുടുംബം ഇനി അത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ മിണ്ടുമ്പോൾ പുരുഷന്മാരെ തെറി വിളിക്കുക, കുറ്റം പറയുക, തെറി വിളിക്കുക, കുറ്റം പറയുക. എവിടെയൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു കുടുംബം പോകുന്നുണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ പോയി ഞോണ്ടി ആ കുടുംബത്തെ രണ്ടായി പൊട്ടി തകർത്ത് രണ്ട് വഴിക്ക് ആക്കുക. എന്നിട്ട് ഇവരവിടെ പറയുക സ്ത്രീ ശക്തിയെക്കുറിച്ച് സംസാരിക്കുക. നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബങ്ങളെയും ഇവർക്ക് കാണുമ്പോൾ സഹിക്കില്ല. അപ്പോൾ അത് പൊട്ടിച്ച് തെറിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കൂ, എത്ര കേസുകൾ കോടതികളിലുണ്ട്, എത്ര കേസുകൾ. ഇവർക്ക് എന്താണ് ഫെമിനിസം എന്നോ, എന്താണ് പുരുഷ കമ്മീഷൻ എന്നോ, എന്താണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നോ ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് പ്രവാസിയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്, അവർ നേരിടുന്ന വിഷയം. ഇത്തരം പ്രവാസികളല്ലാത്ത എത്രയോ പുരുഷന്മാർ കേരളത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു പരിധി വേണ്ടി, ഇതെല്ലാം കൊണ്ട് ഒരു അവസാനം വേണ്ടേ? അതിന് പുരുഷന്മാർ ഒരു കമ്മീഷൻ വേണമെന്ന് അവകാശപ്പെടുമ്പോൾ ഈ മണ്ടശിരോമണിയായിട്ടുള്ള ഫെമിനിസ്റ്റ് തള്ളമാർ, അമ്മായിമാർ, പൊട്ടിച്ചിതറി വക്ക് പൊട്ടിയ കുറച്ച് പെണ്ണുങ്ങൾ, ഇവർക്ക് ബോധമില്ലാതെ എന്തോ വിളിച്ചു പറയുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടത്. എന്താ, ശരിയല്ലേ?